ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഗൈസ് ഞങ്ങൾക്ക് ഒരു കൂടിയിരിക്കലുണ്ട്. അപ്പൊ അതിനുള്ള ഇവര് പാത്രം കാര്യങ്ങളൊക്കെ ഇപ്പൊ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് വീടിന്റെ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പൊ ഇന്ന് കൂടിയിരിക്കലാണല്ലേ മോൾട്ടെ? ആ പാത്രം ഇവര് ഇവിടെ ചെയ്യുന്ന പ്രൊഡക്റ്റ് ചെയ്യണ്ട എല്ലാം. ഇവിടെ അതെ നേരിട്ട് ഉണ്ടാക്കണം. ഇവർക്ക് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കൂടുതൽ ഫർണിച്ചറുകളൊക്കെ വീട്ടിൽ വെച്ചാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവര് പാത്രങ്ങളും ഒരു വീട്ടിൽ തന്നെ തറവാട് വീട്ടിലപ്പോ ഞങ്ങൾ ഉള്ളതിട്ടാ. അപ്പോ വീട് കുറച്ച് അപ്പുറത്തേക്കാണ് ഉണ്ടായിട്ടുള്ളത്. മോൾട്ടേക്ക് ഇവിടെ ഉണ്ട്. ഇതാ തകൃതിയായിട്ട് അത് സ്പൂൺ തോന്നുന്നു റെഡി ആയിട്ടുണ്ട്. പ്ലേറ്റ് സാധനമൊക്കെ റെഡി ആയിക്കോളും. അവരുടെ വീട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോ ഇന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ക്രിസ്മസിന്റെ ദിവസമാണ്. അപ്പൊ ഇന്നത്തെ വെക്കേഷൻ ദിവസം ആയതുകൊണ്ട് ഇവരേതായ ആഘോഷങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇവരിങ്ങനെ നമ്മുടെ പഴമ രീതിയിലുള്ള കളികളൊക്കെ കളിക്കുകയാണ്. നല്ലൊരു കൂട്ടപ്പരൊക്കെ ഉണ്ടാക്കി. അപ്പൊ ഒരുപാട് ഇന്നത്തെ കാലത്ത് കാണാൻ കിട്ടൂല കേട്ടോ. ഇതൊന്നും ഇന്നത്തെ കാലത്ത് എവിടെ ഇല്ല. ഇന്നത്തെ കാലത്ത് ഫുള്ള് കുട്ടികളെ മൊബൈലുമ്പോ കളിച്ചിരിക്കലും അല്ലെങ്കിൽ വീട്ടിൽ ചടഞ്ഞുകൂടി TV കണ്ടിരിക്കലൊക്കെയാണ് ഇന്നത്തെ കാലത്തുള്ളത്. അപ്പൊ അതിന് നമുക്ക് തികച്ചും ഒരു വ്യത്യസ്തമായ കാഴ്ചകളെ കാണിക്കാൻ പോകും. നമ്മുടെ കുട്ടിക്കാലങ്ങളിലൊക്കെ പഴയ നമ്മള് 90, 95 കാലഘട്ടങ്ങളിലൊക്കെ, അതേപോലെ 85 കാലഘട്ടങ്ങളിലൊക്കെ നമ്മളിത് കണ്ടിട്ടുള്ളൂ. അപ്പോ കുട്ടികൾ കണ്ടില്ലേ അതിങ്ങനെ അവരുണ്ടായിക്കൊണ്ടിരിക്കട്ടെ. ഇവരവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരട്ടെ. ഭയങ്കര രസമുണ്ട്. നമ്മുടെ പഴയ ചെറുപ്പകാലത്ത് നമ്മൾ അറിയാതാണ്ട് പോവും. ഇവരൊന്നും ഇങ്ങോട്ട് മൈൻഡൊന്നും ചെയ്യില്ല. ഇവര് കാര്യമായിട്ട് പാത്രത്തിന്റെ ഉത്പാദനത്തിലിട്ട് അതാ ഒരു രക്ഷയില്ല. ഇവളൊക്കെ കണ്ടെങ്കില് പാത്രം ഉണ്ടാക്കിക്കൊണ്ടേക്കാണ് ഇവളൊക്കെ ഇട്ട. അതാ ഇതാ മോളമ്മ ഇജ്ജ് പാത്രം ഉണ്ടാക്ക എവിടെ ഇതാ. അപ്പൊ ക്ലാസ് എവിടെ ക്ലാസ് എവിടെ? ക്ലാസ് ഇതുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരാൾ കാര്യമായിട്ട് ഇവിടെ ഉണ്ടായിക്കൊണ്ട് കേട്ടോ പാത്രം. എന്താ വെച്ചാല് ആ കളിക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഫോണുമെന്നൊക്കെ എന്തായാലും പോവല്ലോ, അത് വിചാരിച്ചിട്ടാണ്. ഒരുത്തന്റെ ഫോണ് കിട്ടാത്ത സങ്കടത്തിൽ നിൽക്കുന്നുണ്ടല്ലേ കാണിച്ചിട്ടാണ്. ഓനൊന്നിക്കില്ല ഇപ്പാന്റെ ഫോണ് എന്റെ ഫോണ്. അതായത് പക്ഷെ ഇത് സംഭവം ഞാൻ പറഞ്ഞില്ലേ എവിടെയും കാണാത്ത സംഭവം കളിച്ചാണ്. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കിട്ടെ ഇവരെ കളികൾ എങ്ങനെയാണെന്നുള്ള. നിങ്ങളൊക്കെ ഒരുപാട് ആളുകൾക്ക് ഇതിന്റെ പഴയ ഓർമ്മകളും മുമ്പ് കളിച്ചെന്നൊക്കെ വരും. അപ്പൊ ഇത് അനുഭവം ഉള്ളവര് നിങ്ങൾ കമന്റ് ചെയ്യണം എന്തായാലും കേട്ടോ. അല്ലേ ഇല്ല മോനോ? പിലായ്പില. അല്ല ഇതിപ്പോ എന്തൊക്കെയാ? ഇതൊക്കെ പ്ലേറ്റ് ഇല്ല. ഇത് പ്ലേറ്റ്. സ്പൂൺ എവിടെ? ഇതല്ല. ഇതാണ് സ്പൂൺ ഇട്ടാ ഗൈസ്. ആ സ്പൂണൊക്കെ ആണ്ട് സെപ്പറേറ്റ് വെച്ചോടി. സ്പൂണൊക്കെ ഒരു ഭാഗത്തേക്ക് വെച്ചോടി. എന്നാല് വലിയ പരിപാടിയല്ല. ആൾക്കാർ വരുമ്പോ ഇതിനെ എല്ലാം സെറ്റപ്പ് ആക്കണം ട്ടാ. അപ്പൊ അതുണ്ട് അതൊക്കെ ഉണ്ടാക്കിയ സ്പൂണാണ് കയ്യില്. ഇതുണ്ടല്ലേ നിങ്ങള് ഇതാ സ്പൂണൊക്കെ കൂടി ആണ്ടും കൊണ്ട് മോറുമ്പോഴൊക്കെ ബുദ്ധിമുട്ടാവും. ക്ലാസ് എവിടെ? ക്ലാസ് ഗ്ലാസ്സാ? ഇതാണ് ക്ലാസ് ഇട്ടാ. അതാ രണ്ടില്ല നിങ്ങള് ക്ലാസ്സിനൊക്കെ ശരിക്കും വെള്ളം ചായ കുടിക്കാതെ ക്ലാസ് തന്നെയാണ് ഇങ്ങനെ കുടിക്കാനില്ല. ഇങ്ങനെ പിന്നെ ഇതൊക്കെ പ്ലേറ്റ് ആണ് കേട്ടാ. അതാ പ്ലേറ്റ് ഒക്കെ അത് റെഡി ആയിട്ടുണ്ട്. ഇതെന്താ സംഭവം? ചാരുപാത്രോ? ഇത് കുണ്ടമിഞ്ഞാണോ? കുണ്ടമിഞ്ഞാണോ? ആ സ്പൂണാണ്. ഏത് കൊട്ടൻ? അല്ല ആ കഞ്ഞിക്കുള്ള സ്പൂണല്ലേ ഇത്? ആ കഞ്ഞിക്കാണ്. ബോൾട്ട് ഉണ്ടാക്കിയത് എവിടെ ഉണ്ടാക്ക? അല്ല ഇവക്ക് നല്ല അടിപൊളിയായി. എന്താ ഐറ്റം? കുണ്ടമിഞ്ഞാണം. അപ്പൊ ഏതായാലും ഏകദേശം ഇവിടെ പാത്രങ്ങളൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മള് പുതിയ ഭവനത്തിലേക്ക് ഒന്ന് പോയേക്കല്ലേ. പാലുകാച്ചി അല്ല എപ്പോഴാണ് പാലുകാച്ചി? പൊന്നോ പാലുകാച്ചി എപ്പോഴാ? അങ്ങനെ ചാടിപ്പോര് നേർവഴിക്ക് പോണ്ടേ? എന്നായിക്കോട്ടെ. എന്നാ പേര് നമ്മള് പോയൊക്കെ വീട്ടിൽക്കാട് പോയൊക്കെ സാധനമൊക്കെ എടുത്തോളി. മോനോ ആട് പോയൊക്കെല്ല. എന്നാ പേര് അപ്പോ നമ്മളിങ്ങനെ ഇവരെ പുതിയ വീട്ടിലേക്ക് പോയിക്കൊണ്ട് കേട്ടാ. ഒരാളിവിടെ വർക്കുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇതെന്താ ഇതില് പാത്രത്തിൽ വെള്ളം പിടിക്കണേ? ചായക്കാനാ?
അവ നമ്മളിപ്പോ വീട്ടിൽ ഇങ്ങനെ പോയൊക്കെ അടി മനോഹരമായ വീട് തന്നെ കേട്ടാ. ഇത് കണ്ടില്ല നിങ്ങള്? അടുപ്പ് പാത്രം ചെരിഞ്ഞിക്കണാ? ഏ ചെരിഞ്ഞില്ല പാത്രം? അപ്പോ ആ മനോഹരമായ വീട്ടിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. ആ മോൾട്ടി ചായ വെക്കാൻ വെള്ളയിട്ട് വന്നിട്ടുണ്ട്. അടുപ്പൊക്കെ കൂട്ടിയിട്ടുണ്ട്. ചായ വെച്ചിട്ടുണ്ട് മോൾട്ടിട്ടാ. മോനോ എനിക്കെന്താ മോൾട്ടിനെ സഹായിക്കുക? ചായക്ക് കടി എന്താ? ആ വിറകാണ്. എവിടെ? ഇവിടെ അടിയിൽ സീറ്റ് ഇരിക്കണല്ലേ? നടക്കട്ടെ. നല്ല വൃത്തിയായിക്കോളൂ അടിയൊക്കെ. കാരണം അടിയിൽ ഇവർക്ക് ടൈലിന്റെ വർക്കുകൾ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതിന് പകരം തൽക്കാലം അവർ കാർപ്പറ്റ് വിരിക്കാന്നാ പറഞ്ഞില്ല പൊന്നോ? അവർ ടൈലിന്റെ വർക്ക് ചെയ്യാൻ എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ അതെ വേറെ എന്ത് ഇപ്പൊ വേണ്ട അർജന്റ് കൂടിയിരിക്കണോ? എന്ത് സംഭവിച്ചേ? കൂടിയിരിക്കാൻ അർജന്റ് ആയതാ? അല്ല സാമ്പത്തിക പ്രശ്നമൊന്നുമില്ല ഇല്ലല്ലേ? അപ്പൊ ഇവിടെ ചായ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇവര്. അപ്പൊ നിങ്ങളെ ഇപ്പൊ കാണുന്ന തലമുറക്ക് ഇത് ഭയങ്കര അത്ഭുതമൊക്കെയായി തോന്നും. കാരണം ഇന്ന് ഇങ്ങനെയുള്ള കളികളൊന്നും ഇല്ല, ഒക്കെ പോയി. ഈ ഫോണമ്മ കളി അതുപോലെ TV കണ്ടിരിക്കുക അതൊക്കെ ആയി മാറി. പക്ഷെ ഒരു സമയത്ത് 80, 85, 90 കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള കളികളാണ് കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് ആളുകളെ ചെറുപ്പത്തിലേക്ക് അവര് താനെ പോവും. അന്നത്തെ ഓർമ്മകൾ, അന്നത്തെ മനോഹരമായ ഒരുപാട് വിഷമമുള്ള കാര്യങ്ങളാണ് അന്നത്തെ ഒരുപാട് നമ്മളെ മനോഹരമായ മധുരമായ ഇതൊക്കെ നമ്മളെ മനസ്സിൽ വരും. അപ്പോ അനുഭവമുള്ള ആളുകൾ ഒരുപാട് ആളുണ്ടാവട്ടെ. അനുഭവം ഉള്ളവരെന്ന് പറയേണ്ട ആവശ്യമില്ല. അനുഭവം ഉള്ളവർ എന്നാലും പറയണേ. അനുഭവമുള്ളവരൊക്കെ ഒന്ന് കമന്റ് ചെയ്യണ്ടിട്ടാ. അപ്പൊ ഇതുപോലെ കളിച്ചിരുന്ന ഓർമ്മകളൊക്കെ ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരുന്നു അല്ലേ പിന്നെ? അപ്പൊ അവര് കൂടിയിരുന്ന് ഇതാ ഒരാളിവിടെ ചായ കുടിച്ച് ഇവിടെ കിടന്ന് ഇതാ മോൾട്ടെ ചായ തിളച്ചിക്കണാ? ഇല്ല. അപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് ഇനി ചെയ്യണ്ട. ഏതായാലും എടുത്തോടെ. അപ്പൊ അവിടെ രണ്ടാൾ അവിടെ തകൃതിയായിട്ട് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ തകൃതിയായിട്ട് ഇളക്കിന്റെ അടി പിടിക്കണ്ട മോൾട്ടിയ. നല്ല ഇളക്കിക്കളാ. ഇവിടെ അപ്പോയിന് ഇവിടെ വായൊക്കെ വിരിച്ചില്ല റെഡിയാക്കിയിട്ടുണ്ട് കേട്ടാ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മളെ പൊന്നൂന്റെയും മോൾട്ടിന്റെ കൂടെയുള്ള കൊച്ചു കുടിയിൽ, മനോഹരമായ കുടിയിൽ. ഇത് കുടിരിക്കലെന്ന് കഴിഞ്ഞാണ്. അപ്പൊ ഞങ്ങളെ കൂടി ഇതാ ഇതിന്റെ വീട്ടിൽ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചാണ് ഇങ്ങനെ ഇരിക്കട്ടാ. ചായ കുറച്ചും കൂടി അവിടെ തേയായിട്ട് മോൾട്ടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് ചായ. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ പഴയ കാലങ്ങൾക്ക് ഒന്ന് പോയി നോക്കിയായി ഇവരിങ്ങനെ കളിക്കണ് കാണുമ്പോഴും ഇത് ഈ കൂട്ടപ്പര ഉണ്ടാക്കിയപ്പോഴേ ഇതിന് നമ്മളവിടെ പറയല് കൂട്ടപ്പര എന്നാണ് ഞങ്ങൾ പറയലിട്ടാ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോ നിങ്ങളൊക്കെ ഒന്ന് കാണിക്കണം എന്ന് വിചാരിച്ചു. കാരണം എന്തൊക്കെയോ ഒരു സന്തോഷം തോന്നി, അതുകൊണ്ട് നിങ്ങളെ കാണിക്കാൻ തോന്നി, അതുകൊണ്ട് കാണിച്ചതാണ്. കുറ്റിപ്പര എന്നാ പറയാ? വേങ്ങര മമ്പേരി ഭാഗത്തൊക്കെ ഇതാ മോളുമാന്റെ നാട്ടിലൊക്കെ ഇതാ മോളുമ്മ ഇവിടെ ഉണ്ട്. കുറ്റിരി എന്നാണല്ലോ എന്താ പറയാ? കുറ്റിപ്പര അല്ലേ? കുറ്റിപ്പര. അപ്പൊ ഓരോരോ നാട്ടില് ഓരോരോ പേരാവും പറയും. ഇവിടെ കൂട്ടപ്പര എന്നാണ് പറയാ. ഡണ്ടില്ലേ? അപ്പൊ ഭയങ്കര രസമായിട്ടുണ്ട്. അവിടെ കുറെ പിലായ്പിലൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അപ്പൊ നല്ല ഭംഗിയുണ്ട് കാണും. എന്തൊക്കെയോ സന്തോഷം തോന്നി. ഇനി എന്താ അടുത്ത് വെക്കാനുള്ള? ചായ ഇഞ്ഞും വെക്കണ്ട? ചായ റെഡി. അപ്പൊ ഞങ്ങൾ ചായ ഒക്കെ കുടിക്കാനുള്ള പരിപാടി. എന്താ കടി ആട്ടാ? അപ്പൊ മോനോ, അപ്പൊ ഈ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യട്ടാ മോൾട്ടേ പൊന്നോ. അപ്പൊ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ. ഞങ്ങളെ ഈ ഇന്നത്തെ ചെറിയ കൊച്ചു വീഡിയോ ഞങ്ങളെ കുഞ്ഞുങ്ങളെ എല്ലാവരും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ല ഒരു അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അപ്പോ എല്ലാവർക്കും ഒരു ബൈ ബൈ പറഞ്ഞോ. ബൈ ബൈ മോളമ്മ.